പാലക്കാട് പട്ടാമ്പിയിൽ ബെവ്കോ ഔട്ട്ലെറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വരിയിൽ നിർത്തി ബന്ധു. 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിയാണ് ബന്ധു വരിയിൽ നിർത്തിയത്. ക്യൂവിലുണ്ടായിരുന്നവർ ചോദ്യം ചെയ്തിട്ടും പെൺകുട്ടിയെ മാറ്റാൻ തയ്യാറായില്ല. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാടിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, വലിയ ക്യൂ ആയിരുന്നു. നാളെ വിഷുവൊക്കെയാണ്, അതുകൊണ്ടായിരിക്കാം ഇത്ര നീണ്ട ക്യൂ, അറിയില്ല. ഏതായാലും എന്താണ് ഇതിൽ പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? അനുജ, തീർച്ചയായും ഈ വിഷുവിന്റെ തലേന്നുള്ള കച്ചവടം ബിവറേജ് ഔട്ട്ലെറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കച്ചവടം ലഭിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇന്ന് രാത്രി 8 മണിയോടെ പട്ടാമ്പി തൃത്താല റോഡിലുള്ള കരിമ്പനക്കടവ് ബിവറേജ് ഔട്ട്ലെറ്റിന്റെ പ്രീമിയം കൗണ്ടറിൽ കണ്ടാൽ ഏകദേശം 10 വയസ്സോളം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയെ ഈ നീണ്ട ക്യൂവിൽ ആളുകൾ കാണുന്നത്. കണ്ട ഉടനെ തന്നെ മദ്യം വാങ്ങാനെത്തിയ മറ്റാളുകൾ അത് പ്രശ്നമുണ്ടാക്കുകയും കുട്ടി എങ്ങനെ ഇതിൽ വന്നു, കുട്ടിയെ മാറ്റുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ കുട്ടിയെ മാറ്റാൻ ഒപ്പം ഉണ്ടായിരുന്നാൽ തയ്യാറായില്ല. ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ക്യൂവിലുണ്ടായിരുന്ന മറ്റൊരാൾ എടുത്ത ദൃശ്യങ്ങളാണ് നിലവിൽ പോലീസിനടക്കം ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ, ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയെയോ ഒപ്പം വന്ന ആളെയോ തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ, ബിവറേജ് ഔട്ട്ലെറ്റിനകത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഇത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഉടനെ തന്നെ ആരംഭിക്കും. കടുത്ത നിയമലംഘനം കൂടിയാണ് ഇത്രയും 10 വയസ്സിന് താഴേക്ക് പ്രായമുള്ള ഒരു കുഞ്ഞു കുട്ടിയെയും കൊണ്ട് ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് വരിക എന്ന് പറയുന്നത് കടുത്ത നിയമലംഘനം തന്നെയാണ്. എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സമീപത്ത് നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ച ബില്ലുകളെല്ലാം ശേഖരിച്ച് അതിന്റെ നമ്പർ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. പാലക്കാട് പട്ടാമ്പിയിൽ ബെവ്കോ ഔട്ട്ലെറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വരിയിൽ നിർത്തി ഒരു ബന്ധു. പോലീസ് ബില്ലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് വിശദമായി പരിശോധിച്ചുകൊണ്ട് തന്നെ ആരാണ് ഈ കൃത്യം നടത്തിയത് എന്നതിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ കരുതുന്നത്.